സുഹൃതിയായിട്ടുള്ള നരൻ മുങ്ങി മുങ്ങി ഈ ആനന്ദസമുദ്രത്തിൽ മുങ്ങുന്ന അവനെ ആചാര്യസ്വാമികൾ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ഒന്നിൻ്റെയും ആശ്രയം കൂടാതെ അവനവൻ്റെ സ്വരൂപത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവനവനാകുന്ന സമുദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിൽ ആനന്ദമഗ്നനായി നിൽക്കുന്ന ഭാവത്തെ വർണ്ണിച്ചിരിക്കുന്നു. ഇതിൻ്റെ കേന്ദ്രം നമ്മളാണെന്ന് പറയുന്നു. ആ നമ്മുടെ അനശ്വരമായ പ്രഭാപൂരത്തിൽ നമ്മളെങ്ങനെ ആഴ്ന്നിറങ്ങുകയാണ്. ഇന്ദ്രിയങ്ങൾ പ്രചോദനം നൽകുന്ന ആ ബോധത്തിലേക്കുള്ള വീഴ്ച അതിനെവിടെ അന്വേഷിക്കണം? ഇവിടെ എവിടെയും അന്വേഷിച്ചാൽ കിട്ടില്ല. അവനവനിലല്ലാതെ അന്വേഷിക്കേണ്ടത് അന്വേഷകനെ തന്നെയാണ്. ഗംഭീരമായ ഒരു കഥയുണ്ട് ബുദ്ധിസത്തിൽ. കുറച്ചു പേർ സത്സംഗത്തിന് പോയ ശേഷം മടങ്ങി വരികയായിരുന്നു. ആ സമയത്ത് ഒരമ്മ എന്തോ തിരയുന്നു. കുറച്ചു പേർ അമ്മയെ സഹായിക്കാമെന്ന് കരുതി അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് തിരയുന്നത്? അമ്മ പറഞ്ഞു, മോനെ, എൻ്റെ സൂചി തിരയുകയാണ്. അവരെല്ലാവരും തിരയാൻ തുടങ്ങി. അവിടെ സൂചി കാണാനില്ല. അവസാനം ഒരാൾ ചോദിച്ചു, അമ്മ എവിടെ ഇരുന്നിട്ടാണ് തുന്നിയത്? അത് ഞാൻ എൻ്റെ വീട്ടിനകത്തിരുന്നാണ് തുന്നിയത്. വീട്ടിനകത്തിരുന്ന് തുന്നിയ സൂചി അമ്മ ഇവിടെ എങ്ങനെയാണ് തിരയുക? ഇവിടെ തിരഞ്ഞാൽ എങ്ങനെ കിട്ടും? അല്ല മോനെ, അവിടെ വെളിച്ചമില്ല. നാം വെളിച്ചമുള്ളിടത്ത് വന്നു നോക്കുകയാണ്. അവർ ഈ അമ്മയെ പരിഹസിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നാം ചെയ്യുന്ന ഈ പണി തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണോ പോയത്, എവിടെയാണോ സൂചി വീണത്, അവിടെയാണ് അന്വേഷിക്കേണ്ടത്. എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. തന്നിൽ തന്നെ അന്വേഷിക്കണം. അതുകൊണ്ട് ഗീതാശാസ്ത്രം നമ്മെ അന്വേഷിക്കാൻ സഹായിക്കുന്നതാകണം. ചിലർക്ക് എപ്പോഴും സത്സംഗം വേണം. അതിൻ്റെ അഭാവത്തിൽ ഒന്നും സാധിക്കില്ല. അതല്ല, താൻ തന്നെയാണ് അന്വേഷണ കേന്ദ്രം. തന്നിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കണം. ഒന്നൊന്നായി എണ്ണി 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 തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം. നിന്നിൽ അസ്പന്ദമാകണം ഇളക്കമില്ലാത്ത അറിവ്. ഫലവത്താക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. കാമനകൾ എത്രയാകട്ടെ സമുദ്രത്തെ പോലെയാകണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.